ഇങ്ങനെയൊക്കെയുള്ള നല്ല സ്ഥലങ്ങൾ എങ്ങനെ വൃത്തികേടാക്കാം, എങ്ങനെ ടൂറിസം നശിപ്പിക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇല്ലിക്കൽ കല്ലിലെ ഈ ഒരു വ്യൂ. നമുക്ക് നേരെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ മുകളിലോട്ട് പോകാം. ജീപ്പിലാണ് പോകുന്നത് കേട്ടോ. ജീപ്പിന് 39 രൂപയാണ്. 39 രൂപ ജീപ്പ് ചാർജും 20 രൂപ എൻട്രി ഫീസും. അങ്ങനെ ടോട്ടൽ 59 രൂപ വേണം മുകളിലോട്ട് പോകാൻ. ഇച്ചിരി നേരത്തെ വന്നാൽ നല്ലതായിരിക്കും. ഞങ്ങൾ നേരത്തെ വന്നതാണ്, പക്ഷേ ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് ഏകദേശം 8 മണി കഴിഞ്ഞു. രാവിലെ 6 മണി എന്നൊക്കെ പറഞ്ഞാലും തുറക്കത്തൊന്നുമില്ല. 8 മണിയായി തുറന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം ഏകദേശം 9:30 കഴിഞ്ഞു. വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു 10-11 മണി ഒക്കെ ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഒരു രക്ഷയില്ല, പണിപാടും. വെറുപ്പിക്കൽ ഇല്ലിക്കൽ പാറയാവും. നല്ല വ്യൂസാണ് കേട്ടോ. നോക്കി ഓ, നല്ല സൂപ്പർ വ്യൂ പോയിൻ്റാണേ. നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. ഹൈവാ, നമ്മൾ അവിടുത്തെ ആ വ്യൂ പോയിൻ്റ് കണ്ടേ. അതിനുശേഷം നമ്മൾ ശരിക്കും ഇവിടെയുള്ള ഹില്ലിലെ ടോപ്പിലേക്ക് പോവാണേ. ശരിക്കും അത് നല്ലൊരു ഹൈറ്റിലാണ്. കുറേ സ്റ്റെപ്പൊന്നുമില്ല, പാറയും ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റെപ്പുണ്ട്. അങ്ങനെയാണ് കേട്ടോ, ദൂരെ. അപ്പം നമുക്കതിൻ്റെ മേളിൽ ഒന്ന് കാണാം. ഇതുണ്ടോ അവിടെ മേളിലോട്ടേ കയറാനുള്ള വഴിയുണ്ടോ? കല്ല കേട്ടോ, കല്ലിൻ്റെ അകത്തൂടെ വേണം നമ്മുടെ മേളിലോട്ട് കയറാൻ. ശരിക്കും താഴെ ജീപ്പ് വന്ന് നിൽക്കുന്ന സ്ഥലത്തുനിന്നും ശരിക്കും നല്ലൊരു ദൂരം നടന്ന് കയറാറുണ്ട് കേട്ടോ, മുകളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം ഹെൽത്തുള്ള ആൾക്കാർ ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പകുതിയായുള്ളേ, ഇനിയുണ്ട് മേളിലോട്ട്. നമ്മുടെ എങ്ങനുണ്ട്? അടിപൊളിയല്ലേ? എന്തോ അടി ഇത്, എന്തോ കാണിച്ചു വെച്ചേക്കോ. ഇത് മനുഷ്യർക്ക് കയറാൻ ഒരു പടി പോലും ഇല്ല. നമുക്ക് ടൂറിസ്റ്റ് പ്ലേസാണ് കേരളത്തിലെ ഇല്ലിക്കൽ കല്ല്. ഇമാർക്ക് എന്നാ ഈ കോൺക്രീറ്റ് ചെയ്യാതിരുന്നൂടെ? ഇത് കണ്ടോ, കോൺക്രീറ്റിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഒരു സ്റ്റെപ്പ് അടിച്ചേക്കുക, 2 അടി ഉണ്ട്. ഇതുണ്ടോ, ഈ ഹൈറ്റും ഈ കയറ്റമല്ല പ്രശ്നം, പക്ഷേ ചെയ്തു വെച്ചേക്കുന്നതാണ്. മനുഷ്യർക്ക് നടന്ന് കയറാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു വെച്ചേക്കാം. കണ്ടോ, ശരിക്കും ടൂറിസ്റ്റ് പോകുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയാണോ ചെയ്തു വെക്കേണ്ടത്? നമ്മളെന്തോരം ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുന്നതാണ്, അവിടെയൊക്കെ ടൂറിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് അഡ്വഞ്ചറാണ് ശരിക്കും. നമ്മളൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴെ പോവും. അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്തേക്കുക, 2 അടി ഹൈറ്റിൽ കണ്ട ഇത് കൊടുത്ത് ചെയ്തേക്കാം. സൂപ്പറാ. ചുമ്മാ കേരളത്തെ ടൂറിസം ശരിയാവാത്ത ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടിയാണ് കയറിപ്പോ. ഇത് സ്റ്റെപ്പാന്ന് ഡാമാണ്. സംഭവം കിടുവാ. ഉച്ച സമയത്തൊക്കെ വന്നാലേ പെട്ടു, ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഇവിടെ വരെയാണ് കേട്ടോ. നോക്കി, ആ ഡാർക്ക് ലുക്കാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടി കയറി വന്നാലും നമുക്ക് നല്ല
കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 4000 അടി ഉയരത്തിൽ 3 പാറക്കൂട്ടങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നതാണ് ഇത്. ഇലവീഴ, പൂഞ്ചിറയും വാഗമണ്ണും ഇതിനടുത്തുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇല്ലിക്കൽ മലയുടെ പ്രധാന പാറയുടെ പകുതി ഭാഗം അടർന്നു വീണതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന പാറയുടെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന നിരവധി നീർച്ചാലുകൾ ക്രമേണ മീനച്ചിലാറായി രൂപാന്തരം പ്രാപിക്കുന്നു. ഈ കൊടുമുടിയുടെ മുകളിൽ ഐതിഹ്യങ്ങളിലെ നീലക്കൊടുവേലി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഒരു വാരിക്കുഴിയാണ്. ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ പണി പാടും. അല്ല, നമ്മൾ ആ കമ്പിയിലൊക്കെ തൂങ്ങി അഡ്വഞ്ചർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇല്ലിക്കൽ കല്ല് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കണ്ടില്ലേ, നടന്നിങ്ങോട്ട് വന്നാൽ ഉടനെ കണ്ടോ, നടന്ന് വന്നിട്ട് നല്ലൊരു കുഴി, ആൾക്കാർ പോകുന്നുണ്ടോ, കണ്ടോ, സൈഡിൽ കൂടെ. വളരെ റിസ്കി ആയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാണുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും കേട്ടോ. എന്നോട് കെറുവ് തോന്നിയിട്ട് കാര്യമില്ല. അയ്യോ, ക്യാമറ നോക്കിയുണ്ടല്ലോ, ഇവിടുന്ന് വീണാൽ അങ്ങ് താഴെ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും വേണം ഇവിടെ വരാൻ. ശരിക്കും ഹെൽത്തായിട്ടുള്ള ആൾക്കാർ മാത്രം ഇല്ലിക്കൽ കല്ല് കാണാൻ വരാം. ഇല്ല, താഴെ നിന്നിട്ട് ദൂരെ കാണുന്ന ഇല്ലിക്കൽ കല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് അവർ വീട്ടിൽ പോകണം എന്നുള്ളതാണ്. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം ടൂറിസം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം.